അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന അർദ്ധവാർഷിക പരീക്ഷ താരീഖിൻ്റെ പേപ്പറുമായി ബന്ധപ്പെട്ട ആൻസർ കീയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പരീക്ഷയിൽ വന്ന ആദ്യത്തെ പ്രവർത്തനം ഇതായിരുന്നു: യോജിച്ചവ ചേർക്കാം. യോജിച്ചത് എടുത്തെഴുതാനായിരുന്നു. 1. 5 വക്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത് എന്നാണ്? മിഅ്റാജ് രാത്രിയിലാണ്. 2. മസ്ജിദുൽ അഖ്സ. എവിടെയാണ് മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത്? ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സക്ക് യോജിച്ചത് ഫലസ്തീൻ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുപുത്രൻ. അതിൽ കാണാം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. 4. നീനുവ നിവാസി. നീനുവക്കാരനായ ആളാരാണ്? ഇടത് ഭാഗത്ത് കാണാം അദ്ദാസ്. നബി തങ്ങളുമായി കണ്ടുമുട്ടി അവിടുന്ന് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. 5. ആമുൽ ഹുസൻ. ആമുൽ ഹുസൻ എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖവർഷം. 6. രാജാവ്. ഏതോ ഒരു രാജാവിൻ്റെ പേര് അതിലുണ്ട്. ഏതാണ്? നജാഷി. നജാഷി രാജാവ്. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി എഴുതാനായിരുന്നു 2ാമത്തെ പ്രവർത്തനം. നുബുവത്തിൻ്റെ 11ാം കൊല്ലം മദീനയിൽ ഖസറജ് ഗോത്രക്കാരായ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. നുബുവത്തിൻ്റെ 11ാം കൊല്ലം മദീനയിൽ ഖസറജ് ഗോത്രക്കാരായ 6 പേർ മക്കയിലെത്തി. 2. നുബുവത്തിൻ്റെ 13ാം കൊല്ലം ദുൽഹിജ്ജ മാസത്തിലായിരുന്നു ഡാഷ്. നുബുവത്തിൻ്റെ 13ാം കൊല്ലം ദുൽഹിജ്ജ മാസത്തിലായിരുന്നു സ്വഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത്. 3. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരത്ഭുത ഡാഷ്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരത്ഭുത മൃഗമാണ് ബുറാഖ്. 4. നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഇത് 1ാമത്തെ പാഠത്തിലുള്ളതാണ്. 5. ഖുറൈശികളുടെ നിസ്സഹകരണത്തിൽ നിന്ന് നബി കുടുംബം മോചിതരായ ശേഷം ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഖുറൈശികളുടെ നിസ്സഹകരണത്തിൽ നിന്ന് നബി കുടുംബം മോചിതരായ ശേഷം അബൂ ത്വാലിബിന് രോഗം ബാധിച്ചു. ഇനി ഉത്തരം എഴുതാം. 1ാമത്തെ പ്രവർത്തനമാണ് ഖുറൈശികൾ നബി കുടുംബത്തിൻ്റെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നബി കുടുംബത്തിന് നിസ്സഹകരണം പ്രഖ്യാപിച്ചത്? അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾക്ക് വിട്ടുതരണമെന്ന ആവശ്യം അബൂ ത്വാലിബ് നിരാകരിച്ചതായിരുന്നു കാരണം. 2ാമത്തെ ചോദ്യം: ഇസ്റാഉം മിഅ്റാജും ഉണ്ടായത് എന്നാണ്? ഉത്തരം: നുബുവത്തിൻ്റെ 11ാം കൊല്ലം റജബ് മാസം 27ാം രാവിലാണ്. ഇനി അടുത്തത് 3ാമത്തത്: മദീനയിലേക്ക് ഹിജ്റ പോകാൻ സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയത് എപ്പോഴാണ്? ഉത്തരം: മക്കയിലെ ജീവിതം പ്രയാസമായപ്പോൾ. 4. മദീനക്കാരായ 70 പേർ മക്കയിലെത്തി ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നാണ്?
മദീനക്കാരായ 70 പേരാണ് രണ്ടാം അഖബയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഇസ്ലാം മതം സ്വീകരിച്ചത് ഏത് കൊല്ലാണ്? നബുവത്തിൻ്റെ 13-ാം കൊല്ലം ഹജ്ജ് കാലത്താണ്. ഇനി അടുത്ത ചോദ്യം 5. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർവാധികം ശക്തിയോടെ ദ്രോഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അത് അബൂ ത്വാലിബിൻ്റെ മരണത്തോടെയായിരുന്നു. ഇനി വ്യക്തമാക്കാം. 1. എത്യോപ്യയിലേക്ക് രണ്ടാമതും ഹിജ്റ പോയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം. എത്യോപ്യയിലേക്ക് 2 തവണ ഹിജ്റ പോയിട്ടുണ്ട്. അതിൽ 1-ാമത്തെ തവണ ഹിജ്റ പോയപ്പോൾ നമുക്കറിയാം കുറഞ്ഞ പേരുണ്ടായിരുന്നത്. എന്നാൽ 2-ാമത്തെ ഹിജ്റ പോക്കിൽ എത്ര പേരായിരുന്നു? ഉത്തരം 83 പുരുഷന്മാരും സ്ത്രീകൾ 18 ആണ്. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തബ്ബൻ ലക എന്ന് പറഞ്ഞത് ആരാണ്? അബൂ ലഹബാണ്. ചോദ്യം 3. കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും അടിമത്തമോചനം ലഭിച്ചവരിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ ആദ്യം ആരാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത്. 4. മിഅ്റാജ്. എന്താണ് മിഅ്റാജ്? എന്താണ് മിഅ്റാജ് എന്ന് പറഞ്ഞാൽ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയും അള്ളാഹുമായി മുനാജാത്ത് നടത്തുകയും ചെയ്തു. ഇതിന് മിഅ്റാജ് എന്ന് പറയുന്നു. 5-ാമത്തെ ചോദ്യം മുനാജാത്ത്. എന്താണ് മുനാജാത്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ പ്രവർത്തനം ഇതായിരുന്നു. ചരിത്രത്തിൻ്റെ ക്രമം ശരിയായി എഴുതാം. ആദ്യം ഏത് സംഭവം ഉണ്ടായത്, അതിനുശേഷം നടന്ന ഏതാണ്, എങ്ങനെ കൃത്യമായിട്ട് എഴുതണം. 1. ത്വായിഫ് യാത്രയാണ് ഫസ്റ്റ് ഉണ്ടായത്. തൻ്റെ കുടുംബങ്ങളോട് സഹായം തേടണം. ഖുറൈശികളായ ആളുകളോട്, സഖീഫ് ഗോത്രക്കാരോട് സഹായം തേടാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് പോവുകയാണ്. വറുത്തുപുത്രനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി നബി തങ്ങൾ അവിടേക്ക് പോയി. പക്ഷേ അവരെ പ്രതികരണം മറ്റൊന്നായിരുന്നു. പിന്നെ അതിന് ശേഷം നടന്നതാണ് 1-ാം അഖബ ഉടമ്പടി. അതായത് മദീനയിൽ നിന്നും ആദ്യം 6 പേര് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചുപോയി. ശേഷം 2-ാമത്തെ വർഷവും കുറച്ച് ആളുകൾ വന്നു, അവരും ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചുപോയി. 3-ാമത്തെ, അതായത് 2-ാം അഖബ എന്ന് പറയും. ഈ അഖബയിൽ കുറേ ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. എന്നിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഉണ്ടായത് ത്വായിഫ് യാത്രയാണ്. അതിന് ശേഷമാണ് 1-ാം അഖബ ഉടമ്പടി ഉണ്ടായിട്ടുള്ളത്. 1-ാം അഖബ കുറച്ച് പേര് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, 12 പേരാന്ന് തോന്നുന്നു. പിന്നെ നടന്നത് 2-ാം അഖബയാണ്. 2-ാം അഖബയിൽ കുറച്ച് കൂടുതൽ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ 12 പേര് ഗോത്ര തലവന്മാരായിരുന്നു. പിന്നീട് നടന്നത് മദീനയിലേക്കുള്ള ഹിജ്റയാണ്. അവസാന നബി തങ്ങൾ ഹിജ്റ പോവാൻ സ്വഹാബികളോട് പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ച് ടഫുള്ള ചോദ്യങ്ങളൊക്കെയാണ്, എങ്കിലും എത്ര എണ്ണം കിട്ടിയിട്ടില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.